ശരീരത്തിന്റെ ആരോഗ്യത്തിനായി നമ്മൾ ഭക്ഷണങ്ങൾ കഴിക്കുന്നുണ്ട്. പക്ഷേ മനസ്സിന്റെ ആരോഗ്യത്തിനായി നമ്മൾ ഭക്ഷണങ്ങൾ കഴിക്കുന്നുണ്ടോ? ഭക്ഷണം നന്നായി ചവച്ചരച്ച് കഴിച്ച് സന്തോഷത്തോടെ ആസ്വദിച്ച് കഴിച്ചാൽ അത് മനസ്സിന്റെ ഭക്ഷണമായി. അതേപോലെ തന്നെ മനസ്സിനെ ശാന്തമാക്കുകയും മനസ്സിലുള്ള മോശം ചിന്തകളെയും അമിത ചിന്തകളെയും മാറ്റി പകരം നല്ല ചിന്തകളെ വെക്കുകയും ചെയ്താൽ അതും മനസ്സിന്റെ ഭക്ഷണമായി. ധ്യാനം മനസ്സിന്റെ ഭക്ഷണമാണ്. ധ്യാനത്തിൽ കണ്ണടച്ചിരുന്ന് ശ്വാസഗതിയെയും ഹൃദയ താളത്തെയും ശ്രദ്ധിച്ച് മനസ്സിനെ ശാന്തമാക്കി നല്ല ചിന്തകളെ കൊണ്ടുവരിക. പോസിറ്റീവ് ചിന്തകളെ, പോസിറ്റീവ് എഫർമേഷൻസ്, പോസിറ്റീവ് തോട്ട്സ്, നല്ല ചിന്തകളെ വീണ്ടും വീണ്ടും കൊണ്ടുവരിക. എന്റെ മനസ്സ് ശക്തമാണ്, ഞാൻ പൂർണ്ണ ആരോഗ്യവതിയാണ്, ഏത് സാഹചര്യത്തെയും ഞാൻ അതിജീവിക്കും. ഇത്തരം നല്ല ചിന്തകളെ നമ്മുടെ ഉള്ളിലേക്ക് കൊണ്ടുവരിക. ഇതെല്ലാം ചെയ്താൽ അത് മനസ്സിന്റെ ഭക്ഷണവുമാകും, അതുപോലെ മനസ്സിന്റെ ആരോഗ്യത്തിനും ഏറ്റവും മികച്ചതുമാകും.